Hello friends, welcome to lesson 3.30 in professional business skills. In this class, we'll get introduced to a new topic, rather a new person called data scientist. What is the role of a data scientist? Data scientist ആരാണ്? ഇതെല്ലാമാണ് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായി ഡേറ്റ സയന്റിസ്റ്റ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സയന്റിസ്റ്റ് ഒരു എംപ്ലോയിയോ അതല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റോ, അതായത് ഫുൾ ടൈം എംപ്ലോയി ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, എക്സ്റ്റേണൽ കൺസൾട്ടന്റ് ആയാലും മതിയാവും. പക്ഷെ ഇയാളുടെ പ്രധാനപ്പെട്ട റോള് ഇയാൾക്ക് ഡേറ്റ അനാലിസിസിൽ എക്സ്പെർട്ടീസ് ഉണ്ട്. ഈ സ്കിൽഡ് ഇൻ ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനാലിസിസ് നടത്തുന്നതിൽ കഴിവുള്ള ഒരു ആളാണ് ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇയാളുടെ സ്കിൽസ് ഉപയോഗിച്ച് ഓർഗനൈസേഷന് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇൻപുട്സ് എടുത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലിയായിട്ട് നമ്മൾ കാണുന്നത്. ഡേറ്റ അനലൈസ് ചെയ്യുക, അതിൽ ട്രെൻഡ്സ് പാറ്റേൺസ് സ്പോട്ട് ചെയ്യുക, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കാം എന്ന് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുക. നമ്മൾ ബിസിനസ് അനാലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ അനാലിസ്റ്റ് ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഒരു ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. ഒരു പക്ഷേ ഫുൾ ടൈം എംപ്ലോയി അല്ല, ഒരു കൺസൾട്ടന്റിന്റെ റോളിൽ പുറത്തു നിന്ന് വന്ന് ചെയ്തു പോകുന്ന ഒരാളും കൂടെ ആയിരിക്കാം. വലിയ ഡേറ്റ അനാലിസ്റ്റ്, ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് പ്രോജക്റ്റുകളാണ് സാധാരണ ഡേറ്റ സയന്റിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്ഥാപനത്തിലുള്ള ഡേറ്റ അനാലിസ്റ്റ് വളരെ റെഗുലർ ആയിട്ടുള്ള ഡേറ്റ എടുക്കുന്നു എന്നുള്ളത് ഒരു റോളിലാണെങ്കിൽ, ഒരു ഡേറ്റ സയന്റിസ്റ്റ് ബിഗ് ഡേറ്റ പ്രോജക്റ്റുകൾ റോൾ ഔട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻപുട്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് മാനേജ്മെന്റിന് മനസ്സിലാക്കി കൊടുക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ബിഗ് ഡേറ്റയുടെ തുടർച്ചയായിട്ടാണ് ഡേറ്റ സയന്റിസ്റ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ഡേറ്റ പ്രോജക്റ്റുകളുമായിട്ട്, ബിഗ് ഡേറ്റയുടെ അനാലിസിസുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളുമായിട്ടാണ് കൂടുതലും ഡേറ്റ സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ടെക്നിക്കൽ സ്കിൽസ്, സ്വാഭാവികമായിട്ട് ഡേറ്റ അനാലിസിസിൽ ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. കൂടാതെ മെഷീൻ ലേണിംഗ്, നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡേറ്റ മൈനിങ്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധമുണ്ടായിരിക്കണം. സോഫ്റ്റ്വെയർ കോഡിംഗ്, സോഫ്റ്റ്വെയർ ആൽഗോറിതംസ്, ഇതെല്ലാമായിട്ട്, ആൽഗോറിതം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടും ഡേറ്റ അനലറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ മൈനിങ്, ഇത്തരം ടെക്നിക്കൽ സ്കിൽസ് ഒരു ഡേറ്റ സയന്റിസ്റ്റിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും വേണ്ടത്, ടെക്നിക്കൽ നോളജിൽ ഉപരി പ്രധാനമായിട്ടും വേണ്ടത്, ഡേറ്റ അനലൈസ് ചെയ്തതിന് ശേഷം ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ, ആ ഡേറ്റ മനസ്സിലാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് അത് മാനേജ്മെന്റിന് മനസ്സിലാക്കി കൊടുക്കാൻ, മാനേജ്മെന്റിന് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു ഡേറ്റ സയന്റിസ്റ്റിന് കഴിയണം. ഡേറ്റ സയന്റിസ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്താൽ മാത്രം പോരാ. അനലൈസ് ചെയ്ത ഡേറ്റ എന്തിലേക്ക് സൂചിപ്പിക്കുന്നു, എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു, എന്ത് കാര്യമാണ് ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, ഈ കാര്യം കൃത്യമായിട്ട് മാനേജ്മെന്റിന് ബോധ്യമാകുന്ന രീതിയിൽ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ഡേറ്റ മൈറ്റ് ബി വെരി ലെസ്, അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാനേജ്മെന്റിന് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. എന്താണ് ഡേറ്റ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഡേറ്റയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അക്ഷരങ്ങളും ഫിഗേഴ്സും മാത്രമായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മീനിങ് ആണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്, എന്ത് നടപടികൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ഇതിനാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ നമ്മൾ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ്, ഡേറ്റ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നതാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത്. നമുക്ക് അറിയാത്തൊരു ഭാഷ കേട്ട് കഴിയുമ്പോൾ എന്തൊക്കെയോ വാക്കുകളാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവും, ശബ്ദങ്ങളാണെന്ന് മാത്രം മനസ്സിലാവും. അതിൽ നിന്ന് എന്ത് മീനിങ് ആണ് കിട്ടേണ്ടത് എന്നറിയാൻ ചിലപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ വേണം. എന്ന് പറയുന്ന പോലെയാണ് ഡേറ്റ എന്ന് പറയുന്നത് വെറുതെ കുറെ ഫിഗേഴ്സ്, നമ്പേഴ്സ് മാത്രമായിരിക്കും. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്ത് മീനിങ് ആണ് ഇത് കൺവേ ചെയ്യുന്നത്, എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാനേജ്മെന്റിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളാണ് ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റ സയന്റിസ്റ്റിന്റെ റോൾസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തേത് മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക. ഇത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഡേറ്റ അനാലിസിസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ അത് അനലൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക, മാനേജ്മെന്റിന് സഹായിക്കുക. ഇതാണ് ഒരു ഡേറ്റ സയന്റിസ്റ്റിന്റെ പ്രൈമറി ആയിട്ടുള്ള റോൾ. ഈ റോളിൽ ഇരിക്കുമ്പോൾ ഒരു ഡേറ്റ സയന്റിസ്റ്റ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ വെറും ഒരു കൺസൾട്ടന്റ് എന്നുള്ളതിൽ നിന്ന് മാറി മാനേജ്മെന്റിന്റെ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്നുള്ള നിലയിലേക്ക് വരുന്നു.
അപ്പൊ വെറുതെ ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് കൊടുത്ത് ശമ്പളം വാങ്ങിച്ച് പോവുക എന്നുള്ളതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ഫീസ് വാങ്ങിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് മാറി ഈ ബിക്കംസ് എൻ അഡ്വൈസർ. വളരെയധികം നോളജ്, അവർക്കില്ലാത്ത ഒരു നോളജ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരെ ഈ കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാൻ, ഉപദേശിക്കാൻ പ്രാപ്തനാകുന്ന ഒരാളായി മാറുന്നു. അവരുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി മാറുന്നു. രണ്ടു കൂട്ടർക്കും മെച്ചമുള്ള ഒരു സംഗതിക്കാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർക്ക് ഈ പറയുന്ന ബിസിനസ്സിൽ ഒരു പങ്കുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഡേറ്റ സയന്റിസ്റ്റിന് ബിസിനസിന്റെ വിജയത്തിൽ, സ്ഥാപനത്തിന്റെ വിജയത്തിൽ ഒരു പങ്കുള്ള രീതിയിലാണ്, ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് ഒരു ഡേറ്റ സയന്റിസ്റ്റ് പെരുമാറുക. സാധാരണഗതിയിൽ മാനേജ്മെന്റിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും ഡേറ്റയുടെ ആവശ്യകതയെക്കുറിച്ചോ ഡേറ്റയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ വലിയ ഒരു ഓവർ റൈഡിങ് നോളജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നു, അത് നമുക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ് തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡേറ്റ സയന്റിസ്റ്റിന്റെ റോളാണ് മാനേജ്മെന്റിനും സ്ഥാപനത്തിലുള്ള മറ്റുള്ളവർക്കും ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡേറ്റയുടെ വാല്യൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അപ്പൊ ഒരു ഡേറ്റ സയന്റിസ്റ്റ് ചെയ്യേണ്ടത്, ഡേറ്റ എന്ന് പറയുന്നത് ഇന്നതാണ്, ഈ ഡേറ്റയിൽ നിന്ന് ഇന്ന മീനിങ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ, ഈ ഡേറ്റ നമ്മൾ ഉപയോഗിച്ചാൽ ഇന്ന വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തും, അത് പ്രോഫിറ്റബിൾ ആകും, അത് നമുക്ക് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിന്റെ ഗുണം എംപ്ലോയീസിനും ഉണ്ടാകും. അപ്പൊ ഒരു ഈസിയർ വേ ഓഫ് ഡൂയിങ് തിങ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ അറിയാതിരുന്ന ഒരു കാര്യം നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നു. നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന, ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ, നമുക്ക് എന്തുകൊണ്ട് എക്സ്പോർട്സിലേക്ക് ചിന്തിച്ചുകൂടാ? കമ്പനിയുടെ പ്ലാന്റ് ഏകദേശം 60% ഐഡിലായിരിക്കുന്നു നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ. ഈ 60% ഐഡിലായിരിക്കുമ്പോൾ വരുന്ന ചെലവുകൾ എത്ര? ഒരു വരുമാനവും ഇല്ലാതെ പ്ലാന്റ് ഐഡിലായിരിക്കുന്നതിന്റെ ചെലവ് എത്രയാണ്? നമുക്ക് എന്തുകൊണ്ട് ആ ഐഡിലായിരിക്കുന്ന സമയത്ത് പ്ലാന്റ് എക്സ്പോർട്സിന് ഉപയോഗിച്ചുകൂടാ? അങ്ങനെ എക്സ്പോർട്സിന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് വരുമാനം നമുക്കുണ്ടാകുന്നു. സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒന്നുകൂടി മെച്ചപ്പെടുന്നു. സ്വാഭാവികമായിട്ട് എംപ്ലോയീസിന് ചിലപ്പോൾ സാലറി കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഡേറ്റയുടെ ഉപയോഗം മാനേജ്മെന്റിനെയും ബാക്കിയുള്ള എംപ്ലോയീസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം, ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇതിനാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡേറ്റ. അടുത്തത് മെഷേഴ്സ്, ട്രാക്സ് ആൻഡ് റെക്കോർഡ്സ് മെട്രിക്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ഡിസിഷൻ മേക്കിംഗ്. ഇത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വീണ്ടും ഒരു പോയിന്റ് ആണ്. നമ്മൾക്ക് വിവിധ മെട്രിക്സുകൾ, അതായത് വിവിധ ഐറ്റംസ്, ക്രൈറ്റീരിയകൾ ഉണ്ടായിരിക്കും നമുക്ക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നിങ്ങൾ വെറുതെ സെയിൽസിന്റെ കാര്യം തന്നെ എടുക്കുക. സെയിൽസിന്റെ കാര്യം എടുത്താൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടായിരിക്കും ഒരു കമ്പനിക്ക്. അത് പേഴ്സൺ വൈസ് നമുക്ക്, പ്രൊഡക്റ്റ് വൈസ് നമുക്ക് എന്ത് സെയിൽസ് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏരിയ വൈസ്, പ്രൊഡക്റ്റ് വൈസ് എത്ര സെയിൽസ് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിസിനസ് കാറ്റഗറി വൈസ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്, അതുപോലെ B2B, ബിസിനസ് ടു ബിസിനസ് എന്തെല്ലാം ബിസിനസ്സുകൾ നടക്കുന്നു എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ്, അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഓരോന്നിനും, ഇതൊക്കെ നമ്മൾ ഒരു ഡിഫറെന്റ് മെട്രിക്സ് ആണെന്നാണ് പറയുക. ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടോട്ടൽ സെയിൽസ് എത്ര, സെയിൽസിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കിട്ടാമായിരുന്ന സെയിൽസ് ബട്ട് നഷ്ടപ്പെട്ടു പോയത്, റിജക്റ്റഡ് ഓർഡേഴ്സ് എത്ര, റിട്ടേൺസ് വരുന്നത് എത്ര, ഇങ്ങനെ പല മെട്രിക്കുകൾ, പല പോയിന്റ്സ് നമുക്ക് ഡേറ്റയിൽ നിന്ന് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഈ പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നതാണ്. ഫണ്ടമെന്റലി ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുക എന്നുള്ളതാണ്. അതിലെ വ്യത്യസ്തമായ ചില ഡയമെൻഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്നത് കൊണ്ട് ഡേറ്റ സയന്റിസ്റ്റ് ഒരു അഡ്വൈസറായി മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി മാറുന്നു. ഓർഗനൈസേഷനിലുടനീളം ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. വിവിധ മെട്രിക്സുകൾ, പല പോയിന്റ്സ്, പല പാരാമീറ്റേഴ്സ് ഈ ഡേറ്റ സയന്റിസ്റ്റ് മെഷർ ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. ഇത് ഫണ്ടമെന്റലി അയാളുടെ വർക്കുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്തരം 3 കാര്യങ്ങളിലൂടെയാണ് ഒരു ഡേറ്റ സയന്റിസ്റ്റ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നത്. അടുത്തത് സജസ്റ്റിംഗ് ഓഫ് ആക്ഷൻസ്. അപ്പോൾ പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്തത് കൂടാതെ മാനേജ്മെന്റിന്റെ അനന്തര നടപടികൾ എന്തെടുക്കാം. അപ്പൊ ഡേറ്റ അനലൈസ് ചെയ്തു, സജഷൻസ് കൊടുത്തു, അതിൽ നിന്ന് ട്രെൻഡ്സ്, പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിച്ചു കൊടുത്തു. ഇതിനുശേഷം എന്ത് ആക്ഷൻ നമുക്ക് എടുക്കാം, ഇതാണ് ഇവിടെ വരുന്നത് ഡയറക്റ്റിംഗ് ആക്ഷൻസ്. ഡയറക്റ്റിംഗ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഫർദർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ പ്ലാന്റിന്റെ ഐഡിൽ ടൈം 60% ആണ്, പ്ലാന്റ് ഐഡിലാണ്. ഇത്രയും വേണമെങ്കിൽ ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യമായി. ബാക്കി മാനേജ്മെന്റ് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിലുപരിയായിട്ട് വൺ സ്റ്റെപ്പ് ഫർദർ, വൺ സ്റ്റെപ്പ് അഹെഡ് ഡേറ്റ സയന്റിസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യുകയാണ് ഈ ഐഡിൽ ടൈം നമുക്ക് 2-3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങൾക്ക് എക്സ്പോർട്സിന് ഉപയോഗിക്കാം.
രണ്ട്, ഔട്ട്സോഴ്സ്ഡ് വർക്കിന് വേണ്ടി ഉപയോഗിക്കാം. സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പനികൾക്ക് ഇവിടെ വന്ന് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുപോകാം. ഔട്ട്സോഴ്സിങ്, നമ്മുടെ പ്ലാന്റിന്റെ ഫെസിലിറ്റി, നമ്മൾക്ക് എന്തായാലും ആ പ്ലാന്റിന് ഈ കാര്യം കൊണ്ട് ഉപയോഗമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരു ബ്രാൻഡിനോ മറ്റൊരു പ്രൊഡക്റ്റോ ഇവിടെ വന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം. അല്ലെ, നമ്മൾ ചിന്തിച്ചു നോക്കാം, ടാറ്റ കാറുകളിൽ കാണുന്ന എഞ്ചിനുകൾ ഫിയറ്റിന്റെ പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്. മാരുതി സുസുക്കിയുടെ കാറുകളിൽ കാണുന്ന എഞ്ചിനുകൾ, മൾട്ടിജെറ്റ് എഞ്ചിനുകൾ ഫിയറ്റിന്റെ പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. പ്ലാന്റ് ഐഡിയലാവുമ്പോൾ ഫിയറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് സെയിൽസ് ഇല്ലാത്തത് കൊണ്ട്, അതേസമയം വലിയൊരു പ്ലാന്റ് രഞ്ജൻഗാവോൺ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിലുണ്ട്. അപ്പൊ പ്ലാന്റ് ഐഡിയൽ ആകാതിരിക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെന്റിന്റെ കീഴിൽ പ്രസ്തുത പ്ലാന്റിൽ ബാക്കി കാറുകൾക്ക് വേണ്ട എഞ്ചിനുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. പെർഫെക്റ്റ്. അപ്പൊ ഇതാണ് ഒരു സജഷൻ, ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ആക്ഷൻ ഡാറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ഫർദർ ആക്ഷനുള്ള സജഷൻസ് കൊടുക്കാൻ ഡാറ്റ സയന്റിസ്റ്റിന് സാധിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം ആക്ഷനുകൾ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ്, പ്രോഫിറ്റബിലിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ളവയായിരിക്കും. അടുത്തത് എനേബിളിംഗ് അഡോപ്ഷൻ ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് ബൈ സ്റ്റാഫ്. ഇവിടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയുമായി ബന്ധപ്പെട്ട ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എല്ലാ എംപ്ലോയീസിനെയും ഡാറ്റയുമായി പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഡാറ്റ സയന്റിസ്റ്റിന് സാധിക്കണം. ഡാറ്റ എന്താണ്, ഡാറ്റയുടെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഡാറ്റ ഉപയോഗിക്കേണ്ടത്, ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മെച്ചം എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങൾ ഡാറ്റ സയന്റിസ്റ്റ് സ്റ്റാഫിനെ പഠിപ്പിക്കുന്നു. ഡാറ്റ സയന്റിസ്റ്റ് ഇത്തരത്തിൽ സ്റ്റാഫിനെ പഠിപ്പിച്ചില്ലെങ്കിൽ, എല്ലാ സ്റ്റാഫിനെയും ഡാറ്റയുമായിട്ട് കംഫർട്ടബിൾ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡാറ്റ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഡാറ്റ കളക്ഷനിൽ പ്രശ്നങ്ങൾ വരാം. അനലൈസ് ചെയ്ത ഡാറ്റയുടെ റിസൾട്ട്സ് ഉപയോഗിക്കുന്നതിനെ എംപ്ലോയീസിന് മനസ്സിൽ എതിർപ്പുണ്ടാകാം. കാരണം അതിനവർക്ക് ചെറിയൊരു റീസ്കില്ലിംഗ് ആവശ്യമുണ്ടായിരിക്കും. ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ഇല്ലാതിരുന്ന ഒരു സോഫ്റ്റ്വെയർ അവർ കുറച്ച് പഠിച്ചെടുക്കേണ്ടി വരുന്നു. അവരിതുവരെ വർക്ക് ചെയ്ത രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, അല്ലാതെ അതിൽ വാല്യൂ അവർ കാണാഞ്ഞിട്ടല്ല. അപ്പൊ ഇത്തരത്തിൽ എൻറ്റയർ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഡാറ്റയുമായിട്ട് കംഫർട്ടബിൾ ആക്കുക എന്നൊരു ഉത്തരവാദിത്തം, എങ്ങനെ ഡാറ്റ ഉപയോഗിക്കാം എന്നവരെ പ്രാപ്തരാക്കുക എന്ന് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഡാറ്റ ഉപയോഗിക്കുന്നത് എന്ന് എംപ്ലോയീസിനെ മനസ്സിലാക്കി ഡാറ്റ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് ഒരു ഡാറ്റ സയന്റിസ്റ്റിന്റെ ഒരു ജോലിയാണ്. അപ്പൊ ഇതിന് ശേഷമാണ് നമുക്ക് ഈ ഡാറ്റ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി നമുക്ക് ബിസിനസ്സിൽ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഓരോ സ്റ്റാഫിനും മനസ്സിലാകണം, ബോധ്യപ്പെടണം, ഡാറ്റ എനിക്ക് ഉപയോഗപ്രദമാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാകണം. ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അവർക്ക് ഇത് നിലവിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊരു പിക്ചർ, ഇതിനാണ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഡാറ്റ ഉപയോഗിച്ചാൽ ഇങ്ങനെയെല്ലാം ആയിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ, വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോ എംപ്ലോയിക്കും ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ഇത്തരത്തിലാണ് ഡാറ്റ സയന്റിസ്റ്റ് എല്ലാ സ്റ്റാഫിനെയും ഡാറ്റ അഡോപ്ഷന് പ്രാപ്തരാക്കുക, ഡാറ്റ അഡോപ്ഷന് സന്നദ്ധരാക്കുക, ഡാറ്റയുടെ വാല്യൂ മനസ്സിലാക്കിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ഐഡന്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഐഡന്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ പറയുന്നതാണ്. സാധാരണഗതിയിൽ പല രീതിയിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാം. പല രീതിയിലും ഡാറ്റയിലൂടെ നമ്മളുടെ ബിസിനസ് ഒന്നുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് നീങ്ങാനുള്ള സംവിധാനം ചെയ്യാൻ സാധിക്കുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, നേരത്തെ പറഞ്ഞ ഔട്ട്സോഴ്സിംഗ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, എക്സ്പോർട്സ് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് സേവിങ്സ് ഓൺ കോസ്റ്റ്. നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇതിന് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കണം. ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് പരസ്യത്തിന്. ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ പരസ്യത്തിന് ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിൽ 6 മാസത്തോളം നിങ്ങൾക്ക് ഡിമാൻഡ് കുറവുള്ള സമയമാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു ആനുവൽ കോൺട്രാക്ട് ഫോർ അഡ്വർടൈസിംഗ് എടുത്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിലനിന്ന് പോന്നിരുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം അത് ചെയ്യുന്നു. അപ്പൊ അതിനെ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ചലഞ്ച് ചെയ്യും. വർഷത്തിൽ 4 മാസത്തേക്ക് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഓഫ് സീസൺ ആകുമ്പോൾ നിങ്ങൾ ഒരു ആനുവൽ കോൺട്രാക്റ്റിൽ ഇടപെടുന്നതിന്റെ ലോജിക് എന്താണ്? ഡാറ്റ സയന്റിസ്റ്റ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഡാറ്റ സയന്റിസ്റ്റ് ഒരു അസംഷൻ, നിലനിന്നൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു അതിന്റെ ആവശ്യമില്ല, ശരിയാണ്, നമ്മൾ ക്വാർട്ടർലി ബേസിസിൽ കോൺട്രാക്ട് സൈൻ ചെയ്യണം. മാർജിനലി ഇത്തിരി കോസ്റ്റ് കൂടിയാൽ പോലും നമുക്ക് 4 മാസം അഡ്വർടൈസിംഗ് വേണ്ട, ഓഫ് സീസൺ ആണ്, പ്ലാന്റ് ഐഡിയലാണ്, ഡിമാൻഡ് ഇല്ലാത്ത സമയമാണ്.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുത്ത് ഇത് പുഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര വരുമാനം കിട്ടും, ആ കിട്ടുന്ന വരുമാനമാണോ അതല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസിങ് കട്ട് ചെയ്ത് പ്ലാന്റ് ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് കൂടുതൽ പ്രോഫിറ്റബിൾ. അപ്പൊ ഈ രീതിയിലെല്ലാം ഡാറ്റ സയന്റിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രിവെന്റിംഗ് വേസ്റ്റ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഔട്ട്സോഴ്സിംഗ് വർക്ക്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫർദർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബൈ വേ ഓഫ് എക്സ്പോർട്സ്. അപ്പൊ ധാരാളം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒരു ഡാറ്റ സയന്റിസ്റ്റ് കണ്ടെത്തുന്നു. ഇതിനായി ഡാറ്റ സയന്റിസ്റ്റ് നിലനിന്നിരുന്ന അസംഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യും, നിലനിരുന്ന പ്രാക്ടീസസ് എക്സാമിൻ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഡാറ്റ സയന്റിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പൊ ഇതാണ് 4 പ്രധാനപ്പെട്ട റോൾസ് ഡാറ്റ സയന്റിസ്റ്റിന്റെ. മറ്റ് 4-5 റോൾസ് കൂടെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. പാർട്ട് ബി ഓഫ് റോൾ ഓഫ് ഡാറ്റ സയന്റിസ്റ്റ് in chapter 3.31. Until we meet up for that, goodbye and thanks.